നിങ്ങളൊരു വീട്ടിൽ രോഗിയെ നോക്കുന്ന വ്യക്തിയാണ്. എന്നാൽ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട 12 കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഒരു രോഗിയെ നോക്കുന്ന ആളും രോഗിയും തമ്മിൽ ഒരു ആത്മബന്ധം സൂക്ഷിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ആ ഇമോഷണൽ കണക്ട് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഒരു ആത്മബന്ധം ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും ചെയ്യുന്ന കാര്യങ്ങൾ രോഗിക്ക് തൃപ്തി വരാനും സാധിക്കും. അതിനു വേണ്ടി ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇമോഷണൽ കണക്റ്റാണ്. രോഗിയും രോഗിയെ നോക്കുന്ന ആളും തമ്മിൽ ഒരു ഇമോഷണൽ ആയ ഒരു കണക്ട് ഉണ്ടാക്കിയെടുക്കുക. അതിനുവേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട 12 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. പ്രത്യേകിച്ച് നിങ്ങളൊരു ഹോം നേഴ്സായി വർക്ക് ചെയ്യുന്ന വ്യക്തിയാണോ, അല്ലെങ്കിൽ നിങ്ങൾ വീടുകളിൽ ആരെങ്കിലും നോക്കുന്ന വ്യക്തിയാണോ, അവർക്ക് എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അവരെ സജീവമായി കേൾക്കാൻ ശ്രമിക്കുക. അതായത് ആക്റ്റീവ് ലിസണിങ്ങിന് സമയം കൊടുക്കുക. ആദ്യം തന്നെ ആ രോഗിക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ ഹൃദയം തുറന്ന് കേൾക്കണം. അവർ പറയുന്ന കാര്യങ്ങൾ എല്ലാം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവർ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഇടയ്ക്ക് കയറി അതങ്ങനെയല്ല, ആ പ്രശ്നമല്ല, ഈ പ്രശ്നമല്ല, അവരുടെ എന്ത് പ്രശ്നം തന്നെ ആയിക്കോട്ടെ, അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ മുഴുവൻ പറഞ്ഞ് തീരാൻ അവസരം നമ്മൾ കൊടുക്കുക. അതിനിടയ്ക്ക് കയറി ഡിസ്റ്റർബ് ചെയ്യരുത്. അവർ സംസാരിക്കുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കുക. അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ നമ്മൾ ഇരിക്കുക. അല്ലാതെ അവർ സംസാരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ അവർ സംസാരിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ മൊബൈൽ നോക്കിയിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കാം. നമ്മൾ ആക്റ്റീവ് നന്നായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഒരു പക്ഷേ നമ്മൾ നന്നായി ശ്രദ്ധിച്ചാൽ, അവർ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേട്ടാൽ, ഒരു അരമണിക്കൂർ അവരെ കേട്ടാൽ തന്നെ അവരുടെ പകുതി പ്രശ്നങ്ങൾ തീരാൻ സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആക്റ്റീവ് ലിസണിങ്. നമ്മൾ ശ്രദ്ധിക്കണം. അവരെന്ത് തന്നെ ആയിക്കോട്ടെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ആത്മാർത്ഥമായി കേൾക്കാൻ ശ്രമിക്കുക. ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യമാണ് യഥാർത്ഥമായ സഹാനുഭൂതി കാണിക്കുക. ഷോ ജെനുവിൻ എംപതി. നമുക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നേക്കാളും കൂടുതൽ നമുക്കത് ഫീല് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ കാണിക്കുകയാണ് വേണ്ടത്. നമുക്കറിയാം, എമ്പതിയും സിമ്പതിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എമ്പതി എന്താന്ന് വെച്ചാൽ, നമുക്ക് അവരുടെ ആ ഫീലിംഗ്, അതേ ഫീലിംഗ് ഞങ്ങളും അനുഭവിക്കുന്നുണ്ട്, നമുക്കും കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അല്ലാതെ സിമ്പതി വേറെയാണ്. നമുക്ക് സിമ്പതി, നിങ്ങൾക്ക് വളരെ കഷ്ടമല്ല, നിങ്ങളുടെ കാലൊടിഞ്ഞു, കൈയൊടിഞ്ഞു, വളരെ മോശമായി പോയി, അത് സിമ്പതി. പക്ഷെ എമ്പതിയാണ് വേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അവർ നമ്മൾ ചിലപ്പോൾ ഇതിലും വലിയ അസുഖങ്ങളുള്ള രോഗികളെ നോക്കിയിട്ടുണ്ടാവും, ഇതിലും വലിയ പ്രശ്നങ്ങളുള്ള രോഗികൾ, വേദനയുള്ള രോഗികളെ നോക്കിയിട്ടുണ്ടാവും. എന്നിരുന്നാലും ഒരു രോഗിക്ക് അവൻ അനുഭവിക്കുന്ന വേദന ഏറ്റവും വലിയ വേദനയാണ്. അപ്പൊ അത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും. അല്ലാതെ നമ്മൾ ഒരു രോഗി, അവർക്ക് വേദനയുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതൊന്നും പേടിക്കേണ്ട എന്ന് നമുക്ക് ആശ്വസിപ്പിക്കേണ്ട ഒരു ലെവലുണ്ട്. പക്ഷെ അതിലും കൂടുതൽ അവരുടെ വേദന, അതേ വേദനയോടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെന്നാണ് അവർക്കത് അറിയാൻ ശ്രമിക്കണം എപ്പോഴും. അല്ലെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത് എന്ന് വെച്ചാൽ, പലരും ചിന്തിക്കുന്നത് ഇതൊന്നും അത്ര വലിയ കാര്യമൊന്നുമല്ല, ഇതിലും വലിയ പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട് എന്ന് നമ്മൾ അവരോട് പറഞ്ഞ് അവരെ സഹായിക്കുകയല്ല. അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ അവർക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ യഥാർത്ഥ പ്രശ്നം ഇവർക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് ആ രോഗിക്ക് നോക്കാൻ നിൽക്കുന്ന ആളെ പറ്റി തോന്നാം. രോഗിക്ക് ചെറിയ വേദനയായാലും അവൻ്റെ ചെറുതായാലും അവനത് വലുതാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ യഥാർത്ഥമായ സഹാനുഭൂതിയാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. അതായത് നമ്മുടെ ഇമോഷൻസിനേക്കാളും കൂടുതൽ യഥാർത്ഥമായ സഹാനുഭൂതി കാണിക്കാൻ നമ്മൾ ശ്രമിക്കണം. മൂന്നാമത്തെ കാര്യമാണ് സ്ഥിരതയിലൂടെ നമ്മൾ വിശ്വാസം നേടിയിരിക്കണം. അതായത് ട്രസ്റ്റ് ത്രൂ കൺസിസ്റ്റൻസി എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാതെ ഒരു തവണ ചെയ്തു, 2 തവണ ചെയ്തു എന്നല്ല. നമ്മൾ ഏത് സിറ്റുവേഷനിലും അവരുടെ കൂടെ ഉണ്ടാവും എന്നൊരു ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവരോട് സ്ഥിരമായ വിശ്വാസം ആർജിക്കാൻ കഴിയണം. അപ്പൊ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ അമ്മയുടെ കൂടെയാണ്, അച്ഛൻ്റെ കൂടെയാണ്, ഞാൻ ഒന്നിച്ചാണ്, നമ്മൾ ഒരുമിച്ചാണ് എന്നൊരു ഫീലിംഗ് ഉണ്ടാക്കാനുള്ള
പ്രത്യേകിച്ച് നമ്മളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാലാമത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് മീനിങ് ആയ, അതായത് അർത്ഥമുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെടുക. അതായത് അർത്ഥവത്തായ സംഭാഷണങ്ങളിൽ ഏർപ്പെടാൻ ശ്രമിക്കുക. നമ്മളതിന് സമയം കണ്ടെത്തിക്കൊണ്ട് അവരോട് നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കുക. എപ്പോഴും ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ വിശദീകരിച്ച് പറയാൻ അവസരങ്ങൾ ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അവരുടെ നല്ല മൂഡിലായിരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു ചെറുപ്പകാലത്ത്, എങ്ങനെയായിരുന്നു, എന്തൊക്കെയായിരുന്നു കാര്യങ്ങൾ, അപ്പൊ അതൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പേഷ്യന്റിന് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. അതോടുകൂടി തന്നെ അവരുടെ ഇന്നർ ഫീലിംഗ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അവർ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ ചെറുതാക്കി കാണാതെ അതിനെ അവർക്ക് ഉദ്ദേശിക്കുന്ന അതേ ഫീലിംഗിൽ നമുക്ക് മനസ്സിലാവുന്നു എന്ന രീതിയിൽ നമ്മൾ അവരെ കാണിക്കാൻ ശ്രമിക്കണം. അവിടെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. അവരുടെ ചെറിയ വേദനയായാലും ചെറിയ പ്രശ്നമായാലും അത് നമ്മൾ അതിൻ്റെതായ ഗ്രാവിറ്റിയിൽ മനസ്സിലാക്കിയെടുക്കാനാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അടുത്ത ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വ്യക്തിഗത പരിചരണമാണ് നൽകാൻ ശ്രമിക്കേണ്ടത്. അതായത് പേഴ്സണലൈസ്ഡ് കെയർ ആണ്. ഒരു രോഗിക്ക് എന്താണ് വേണ്ടത് അതാണ് നമ്മൾ നൽകേണ്ടത്. സാധാരണ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാറ് എന്നതിൽ നിന്ന് മാറി ആ രോഗിക്ക് എന്താണ് വേണ്ടത്, പ്രത്യേകിച്ച് സംബന്ധിച്ച് അവരുടെ കെയറിങ്ങിനെ പറ്റിയല്ല ഇതിൽ വരുന്നത്. അവർക്ക് കൂടുതൽ ചിലപ്പോൾ അവരുടെ കൾച്ചറൽ, അതായത് ഇൻട്രസ്റ്റ് ഉണ്ട്. ചിലർക്ക് രാത്രിയായ പ്രാർത്ഥിക്കണം, ചിലർക്ക് നാമം ജപിക്കണം, ചിലർക്ക് അങ്ങനെയുള്ള പല കാര്യങ്ങളിൽ അവർക്ക് കൂടുതൽ വിശ്വാസം ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. ഇപ്പൊ വായിക്കാൻ പറ്റാത്ത ആൾക്ക് നമ്മൾ വായിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഇന്ന സമയമാകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാട്ടോ, പ്രാർത്ഥിക്കുന്ന സമയമായി, അതെല്ലാം നമ്മൾ ഓർത്ത് വെച്ച് അവരോട് പറയാൻ ശ്രമിക്കുക. അപ്പൊ അവർക്ക് കൂടുതൽ ഒരു ഇന്റിമസി ഫീൽ ചെയ്യും. എന്റെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധാലുവാണ്. അതിന് നമ്മൾ ആദ്യം തന്നെ നേരത്തെ പറഞ്ഞ പോലെ അവരോട് കൂടുതൽ സംസാരിച്ച് അവരുടെ അടുത്ത് പ്രിയപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് നമ്മൾ അവരോട് പെരുമാറാൻ ശ്രമിക്കുക. എപ്പോഴും നമ്മൾ പേഴ്സണലൈസ്ഡ് ആയ വ്യക്തിഗതമായ പരിചരണം കൊടുക്കാൻ ശ്രദ്ധിക്കുക. സാധാരണ ചെയ്യുന്നേക്കാളും കൂടുതൽ അവർക്ക് എന്താണ് ആവശ്യം അതിൽ കൂടുതൽ നമ്മൾ പ്രാധാന്യം നൽകിക്കൊണ്ട് അങ്ങനെയുള്ളൊരു കെയർ ആണ് നമ്മൾ നൽകേണ്ടത്. അടുത്തത് ശ്രദ്ധിക്കേണ്ടത്, നമ്മളെപ്പോഴും നല്ല മനുഷ്യത്വം കാണിക്കാൻ കഴിയുന്നവരായിരിക്കും. അതിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തൊരു ചെറിയ ഒരു ആവശ്യം വന്നാലും അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അവർക്ക് തോന്നണം. അതുപോലെ തന്നെ പേഴ്സണൽ പ്രിഫറൻസിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിലും നമ്മൾ അവർക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ആ കാര്യങ്ങളെല്ലാം ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്, ഞാനത് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഒരു പേഴ്സണലൈസ്ഡ് കെയർ കൊടുക്കുന്നത് കൂടെ തന്നെ നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലൂടെയും അവരുടെ എല്ലാ കാര്യങ്ങളും ഓവറോൾ കാര്യങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ആ രോഗിക്കും കൂടി മനസ്സിലാകത്തക്ക വിധത്തിലാണ് നമ്മൾ പെരുമാറേണ്ടത്. അടുത്ത ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എപ്പോഴും അവർക്കൊരു ആശ്വാസവും ഉറപ്പും നൽകുക. എന്തൊരു സാഹചര്യത്തിലും ഞാൻ കൂടെ ഉണ്ടാവും. ഇപ്പോൾ അവർ കൂടെ ഇരിക്കുന്ന സമയത്ത് അവരെ കയ്യിൽ പിടിച്ചിട്ട് പറയാം, ഞാൻ കൂടെ ഉണ്ട്, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കാര്യങ്ങൾ, അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അതുപോലത്തുള്ള ഉറപ്പുകൾ അവർക്ക് നൽകാം. കൂടെ ഉണ്ട്, അമ്മ ധൈര്യമായിട്ട് ഉറങ്ങിക്കോളൂ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, നമ്മൾ ഓരോ പ്രൊസീജിയേഴ്സ് എന്ത് കാര്യങ്ങൾ ചെയ്യുന്നേക്കാളും മുമ്പ് അവരോട് പറയാം. ഇപ്പൊ നമ്മൾ BP നോക്കുകയെന്ന് വെച്ചാൽ, അമ്മ നമുക്ക് ഇനി BP നോക്കാം, അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുക, അല്ലെങ്കിൽ മരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ കുടിക്കുക, ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കുടിക്കുക. എന്ത് കാര്യം ചെയ്യുന്നേക്കാളും മുമ്പ് അവരുടെ ഒരു പെർമിഷനും കൂടി ചോദിക്കാം, നമുക്ക് ഇന്ന് ചെയ്യാം. അപ്പൊ അവര് പറയാം, എൻ്റെ കൂടി കൺസെന്റ് എടുത്തിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അത് ഏറ്റവും കൂടുതൽ നല്ല ഒരു റിലേഷൻഷിപ്പ് വളർത്തിയെടുക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു കാര്യമായി മാറും. എല്ലാ കാര്യത്തിലും അവരുടെ ഒരു അഭിപ്രായം കൂടി ചോദിക്കുക. അല്ലാതെ എല്ലാത്തിനും നമ്മുടെ സ്വന്തം അഭിപ്രായം, ഇന്ന് 8 മണിയായി, 8 മണിയാകുമ്പോൾ മരുന്ന് കഴിക്കുന്ന അറിയില്ല, അതിന് മുമ്പ് ഒരു 10 മിനിറ്റ് പോകാൻ നമുക്ക് ഇനി 10 മിനിറ്റ് കൂടി കഴിഞ്ഞ് മരുന്ന് കഴിക്കാം അല്ലേ. അപ്പൊ അങ്ങനെ ഒരു അവരുടെയും കൂടി കാര്യങ്ങൾ കൂടി, അതായത് അവരുടെ ഒരു പ്രയോറിറ്റി, അവരുടെ ഒരു കൺസെന്റ് കൂടി നമ്മൾ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ അത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തുകൊണ്ട് അവരുടെ കൺസെന്റ് കൂടി ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ നമ്മൾ നിർബന്ധപൂർവ്വം ശ്രമിക്കേണ്ടതുണ്ട്. അടുത്തത് 8ാമത്തെ കാര്യമാണ്, അവരുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും സ്വയം കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവിനെ നമ്മൾ എപ്പോഴും ബഹുമാനിക്കുകയും ചെയ്യാം. ഇപ്പോൾ വയസ്സായവരായിരിക്കും, രോഗങ്ങളുള്ളവരായിരിക്കും, അവരെന്തെങ്കിലും കാര്യങ്ങൾ തന്നെ ചെയ്യാൻ ശ്രമിച്ചാൽ എപ്പോഴും നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്യാം. ചെയ്യാൻ ഞാൻ കൂടെയുണ്ട്, അമ്മ ചെയ്തോളൂ,
അപ്പോൾ അതായത് 1-2 തവണ അവർ തന്നെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു നല്ലൊരു കോൺഫിഡൻസ് വരും. അതിന് പകരം അവരെ നിരുത്സാഹപ്പെടുത്താതിരിക്കുക. അമ്മ അങ്ങനെ ചെയ്യാൻ പാടില്ല, വീണ പ്രശ്നമാകും, ഹോസ്പിറ്റലിൽ പോകണം, അഡ്മിറ്റ് ആക്കേണ്ടി വരും, ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കാതെ അവർക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക. പക്ഷെ നമ്മുടെ കൂടെ അവർ കൂടെ തന്നെ നമ്മൾ ഉണ്ടാവണം, നല്ല ശ്രദ്ധയുണ്ടാവണം. വീഴുമെങ്കിൽ പിടിക്കാനുള്ള സജ്ജീകരണങ്ങളെല്ലാം നമ്മൾ ചെയ്തു വെച്ചിട്ടാണ് അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അവർക്ക് അതായത് അവരുടെ ചെറിയ ചെറിയ സക്സസ്സുകൾ നമ്മൾ ആഘോഷിക്കുക. ഇപ്പൊ ചെറുതായിട്ട് വായിക്കാൻ തുടങ്ങിയിട്ട് വായിക്കാത്ത ഒരാൾ വായിക്കാൻ കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുള്ള അയാൾ ചെറുതായി 1-2 വായിക്കാൻ നമ്മൾ അമ്മയ്ക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്, ഇപ്പൊ കൂടുതൽ കാഴ്ച കിട്ടുന്നുണ്ട്. അതൊക്കെ രോഗിയുടെ ഉള്ളിൽ നല്ല കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും. അതായത് നടക്കാൻ കഴിയാത്ത ഒരാൾ 2 സ്റ്റെപ്പ് നടന്നാലും അമ്മ ഇന്ന് 2 സ്റ്റെപ്പ് നടന്നില്ലേ, നാളെ നമുക്ക് കുറച്ചുകൂടി ദൂരം നടക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഇമ്പ്രൂവ്മെന്റുകൾ വരുമ്പോൾ നമ്മളത് പറഞ്ഞുകൊണ്ട് അതിലൊരു കോൺഫിഡൻസ് അവർക്ക് കൂട്ടാൻ ശ്രമിക്കുക. എപ്പോഴും അവരെ നിരുത്സാഹപ്പെടുത്താതിരിക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ചെറിയ ചെറിയ സക്സസ് ഉണ്ടാകുമ്പോൾ അത് പറഞ്ഞ് സക്സസ് എപ്പോഴും നമ്മൾ പറഞ്ഞ് ആഘോഷിക്കാൻ ശ്രമിക്കുക. അടുത്ത 9ാമത്താണ് അവരുടെ ലൈഫ് സ്റ്റോറി, ജീവിത കഥ പഠിക്കാൻ ശ്രമിക്കുക. അവരുടെ ചെറുപ്പം എങ്ങനെയായിരുന്നു, അവരുടെ വളർന്നതും അവരുടെ കല്യാണവും അവരുടെ ഫാമിലി ലൈഫും ഇതൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്ക് സംസാരിക്കാനും അവരോട് കൂടുതൽ ഡിസ്കസ് ചെയ്യാനും വളരെ ഉപകാരപ്പെടും. അവരുടെ ചെറിയ ചെറിയ അതായത് സന്തോഷങ്ങൾ നമ്മൾ വീണ്ടും പറഞ്ഞത് ആഘോഷിക്കുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നതായിട്ട് നമ്മൾ കാണും. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുന്ന ജോലിയോട് കൂടെ തന്നെ കൂടുതൽ പേഷ്യൻറ്റിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടും അവരുടെ ജീവിതകഥ മനസ്സിലാക്കുന്നു. അവർ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ടോ, അവരുടെ ജീവിതത്തിൽ ഉണ്ടായ സക്സസ്സുകൾ എന്തെങ്കിലും, ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കി ചോദിച്ച് മനസ്സിലാക്കിയെടുത്ത് അതിലെ നല്ല കാര്യങ്ങൾ നമ്മൾ എപ്പോഴും പറഞ്ഞ് അവർക്ക് നല്ല ഓർമ്മകൾ നൽകാൻ ശ്രമിക്കുക. അവർക്ക് നല്ല ഫോട്ടോസൊക്കെ ഉണ്ട് മൊബൈലിൽ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇടയ്ക്ക് അവർക്ക് കാണിച്ചു കൊടുക്കുക. അവരുടെ ജീവിതത്തിലെ സക്സസ്ഫുള്ളായ ഫോട്ടോസ്, കല്യാണത്തിൻ്റെ ആണെങ്കിൽ കല്യാണത്തിൽ കുട്ടികളുടെ സക്സസ് ആണ്, അങ്ങനെയുള്ള ഫോട്ടോസ് ഇടയ്ക്ക് കാണിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ വീഡിയോസ്, ആ വീഡിയോസ് നമ്മൾ വീണ്ടും അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യാൻ ശ്രമിക്കുക, കൂടുതൽ സംസാരിക്കാൻ ശ്രമിക്കുക. അവരുടെ സക്സസ് എല്ലാം എപ്പോഴും ഓരോരുത്തരുടെ സക്സസിനെ പറ്റി എല്ലാവർക്കും സംസാരിക്കാൻ, കൂടുതൽ നേരം സംസാരിക്കാൻ താല്പര്യമുണ്ടാവും. അപ്പം അങ്ങനെയുള്ള അവരുടെ ജീവിത വിജയം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് നയിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ട് അവരിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ അറിഞ്ഞുകൊണ്ട് അത് കണ്ടുപിടിച്ചുകൊണ്ട് അവർക്ക് ഇഷ്ടമാണെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുക, മനസ്സ് തുറന്ന് സംസാരിക്കുക. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെപ്പോഴും അറ്റൻറ്റീവ് ആയിരിക്കുക. അവരുടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് വരെ നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് ഒരു നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഞെരുക്കം കൊണ്ടോ മൂളൽ കൊണ്ടോ നമുക്ക് അവരുടെ ഫീലിംഗ് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അവരൊരു നോട്ടം കാണും. ഇപ്പോൾ ഒരു വെള്ളത്തിലേക്ക് നോക്കിയാൽ അവർക്ക് വെള്ളം വേണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ, അവരെവിടേക്കാണ് നോക്കിയത്, എന്താണ് അവർ താല്പര്യപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു കഴിവുണ്ടാക്കുക. അതായത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അത് കുറച്ച് നാളുകളിലൂടെയാണ് നമുക്ക് ചേർക്കെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അവരുടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അവർ ചോദിക്കുന്നതിന് മുമ്പ്, അവർ പറയുന്നതിന് മുമ്പ് നമ്മളത് കണ്ട് മനസ്സിലാക്കി ആ കാര്യം അവർക്ക് ചെയ്തു കൊടുക്കാൻ നമ്മൾ എപ്പോഴും സ്വയം പ്രാപ്തരായിരിക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും അവരുടെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അവർ ചെയ്ത നല്ല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴും അവരെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യുക. നന്നായിരുന്നു, ആ കാര്യം ചെയ്യുന്നത് വളരെ നന്നായിരുന്നു, നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മളെല്ലാവരും കൂടെയുണ്ട്, ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കിനി കൂടുതൽ ചെയ്യാൻ പറ്റും. അതായത് അവരുടെ കാര്യങ്ങൾ അവർക്ക് ഒരു നല്ലൊരു വില മതിപ്പുണ്ടാക്കി കൊടുക്കുക. അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെപ്പോഴും നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്തത് 12ാമത്തെയും അവസാനത്തെയും കാര്യമാണ്, എപ്പോഴും പോസിറ്റിവിറ്റിയും പ്രതീക്ഷയും വളർത്തിയെടുക്കുക. എപ്പോഴും വേദനയിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്നവർക്ക് കുറച്ച് ദിവസങ്ങളിൽ ഇതെല്ലാം മാറും, നല്ല രീതിയിൽ നല്ല ജീവിതം
പോസിറ്റിവിറ്റി കൊടുക്കുക, പ്രതീക്ഷ കൊടുക്കുക. അതുപോലെ തന്നെ അവരുടെ കൂടെ ചിരിക്കാൻ, സ്മൈൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ ഒരു സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് അവരുടെ കൂടെ ചിരിക്കാനും തമാശകൾ പറയാനും ഒക്കെ ശ്രദ്ധിക്കുക. അവരുടെ ഫീലിങ്സിനനുസരിച്ച് അവർ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്ന അല്ലെങ്കിൽ വേദന അനുഭവിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ചിരിക്കാൻ ശ്രമിക്കാതിരിക്കുക. അല്ലാത്ത സമയത്ത് അവരുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ പോസിറ്റീവായി ചിന്തിക്കുകയും പോസിറ്റീവായി പറയുകയും അവരുടെ ഓരോ കാര്യങ്ങൾക്കും പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് മുന്നോട്ട്, അതായത് ജീവിതം അവസാനിച്ചിട്ടില്ല, ഇനിയും ജീവിതം ഉണ്ട് എന്നുള്ളത് പ്രതീക്ഷ നൽകാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ ഒരു 12 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു രോഗിക്ക് നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവൻ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവളായി മാറും. ഈ കാര്യങ്ങൾ നമ്മൾ മനഃപൂർവ്വം ഓരോ കാര്യങ്ങൾ നോട്ട് ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും ഈ കാര്യങ്ങൾ ആർജിച്ചെടുക്കാൻ ശ്രമിക്കാം. ഇതൊന്നും ഓട്ടോമാറ്റിക്കലി തനിച്ച് വരുന്നതല്ല. ഈ കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ എന്താണ് ആവേണ്ടത്, നമ്മൾ എന്താണ്, ഏത് ജോലിയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് ഈ കാര്യങ്ങളിലൂടെ നമുക്ക് ഏതൊരു ബുദ്ധിമുട്ടുള്ള ഒരു പേഷ്യൻ്റ് ആയാലും അവരെ നല്ല രീതിയിൽ അവരുടേതായിട്ടൊരു വർക്കിംഗ് കൾച്ചർ കൊണ്ടുപോകാൻ പറ്റും. നല്ല സ്നേഹത്തോടെ നമുക്ക് അതായത് ദിവസങ്ങൾ അവരെ പരിചരിക്കാൻ സാധിക്കും. താങ്ക് യു.